എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ കോട്ടയിലാണ്. കേരളത്തിൽ കണ്ണൂർ പട്ടണത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാറി കടലിലേക്ക് ഒരു മുനമ്പ് പോലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിർമ്മിച്ച കണ്ണൂർ കോട്ടയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ആണ് 1505 ഈ കോട്ട നിർമ്മിച്ചത്. കോലത്തിരി രാജാവിൻ്റെ സ്ഥലത്ത് 1505 ഒക്ടോബറിൽ കോട്ട പണി തുടങ്ങി. 5 ദിവസം കൊണ്ട് ആദ്യ രൂപം പൂർത്തിയാക്കി. 158 വർഷം പോർച്ചുഗീസുകാർ ഈ കോട്ട ഭരിച്ചു. 1663 പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ ഈ കോട്ട കൈയടക്കി. പിന്നീട് അറക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. 1790 വീണ്ടും ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. സെൻറ്റ് ആഞ്ചലോ കോട്ട എന്നും കണ്ണൂർ കോട്ട എന്നും ഈ കോട്ട അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 40 അടി ഉയരത്തിലാണ് ഈ കോട്ട. ഭൗമശാസ്ത്രപരമായി ധാരാളം പ്രത്യേകതകളുള്ള ഈ കോട്ടയുടെ 3 വശവും കടലിനാൽ ചുറ്റപ്പെട്ടതാണ്. കടലിലേക്ക് ഒരു മുനമ്പ് പോലെ സ്ഥിതി ചെയ്യുന്ന ഭൂമിശാസ്ത്രപരമായി പ്രത്യേകതകളുള്ള ഈ കോട്ടയിൽ കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിൻ്റെ അടിയിൽ കൂടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സൈനികർക്ക് രക്ഷപ്പെടാനാണ് ഈ തുരങ്കം ഉണ്ടാക്കിയതെന്നാണ് വിശ്വാസം. മുൻകാലങ്ങളിൽ പീരങ്കികളിൽ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ബുള്ളറ്റുകളും അതുപോലെ ധാരാളം ചരിത്രാവശിഷ്ടങ്ങളും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ കോട്ട പ്രവർത്തിക്കുന്നത്. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ധാരാളം പ്രത്യേകതകളുള്ള ഈ കോട്ടയിലേക്ക് ധാരാളം വിദ്യാർത്ഥികളും സഞ്ചാരികളും ചരിത്രം തേടിയെത്തുന്നു. യാത്രകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.